അപ്പൊ ഇനി നമ്മള് വറയിനെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരുന്നു. സൂക്ഷ്മത മുത്തഅല്ലിമീങ്ങൾ ഭയങ്കര സൂക്ഷ്മതയിലാണ്. ഭയങ്കര സൂക്ഷ്മതയുണ്ടെങ്കിൽ അവന്റെ ഇൽമിന് പ്രയോജനം വരികയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. പറയാൻ ഇൽമിന് പ്രയോജനം വേണമോ? സൂക്ഷ്മത നല്ലോണം ഉണ്ടാവും. സൂക്ഷ്മത നല്ലോണം ഉണ്ടായാൽ ഇൽമിന് ഭയങ്കര പ്രയോജനം വരും. സൂക്ഷ്മതയില്ലെങ്കിലോ ഇൽമുണ്ടാവും, പരസ്യം ഉണ്ടാവും, അച്ചടി ഉണ്ടാവും, ഭയങ്കരമായിട്ട് എന്തുണ്ടാവും? പ്രചാരം ഉണ്ടാവും, പ്രചരണം ഉണ്ടാവും. അതേ ഉണ്ടാവുള്ളൂ. ആഖിറത്തിലും അതല്ലെങ്കിൽ ദുനിയാവിലും അതിന് പ്രയോജനം, ഇൽമിയായ പ്രയോജനം ഉണ്ടാവുകയില്ല. നേട്ടമുണ്ടാവും, ഒരുപാട് ദുനിയാവ് ഉണ്ടായിക്കൂടായില്ല. അതുപോലെ തന്നെ ഒരുപാട് അനുയായികൾ ഉണ്ടായിക്കൂടായില്ല. അനുയായികളെ ഉണ്ടായി എന്നതുകൊണ്ട് നമ്മൾ കയറി നിന്നിട്ട് എന്ത് ചെയ്യണ്ട. നമ്മളെ ഇൽമു നാഫിയാകണമെങ്കിൽ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച് ആ സൂക്ഷ്മതയിൽ അങ്ങ് വലുതായി ആ സൂക്ഷ്മതയിലായി ജീവിക്കുമ്പോൾ നമ്മുടെ ഇൽമിനും ദർശനും എല്ലാത്തിലും നമുക്ക് ബർക്കത്ത് കിട്ടും. മനസ്സിലായില്ലേ? സൂക്ഷ്മതയില്ലാത്തവനെ അല്ലാഹു തആല പെട്ടെന്ന് മരിപ്പിക്കുന്നത് പറഞ്ഞാണ് ഇവിടെ എന്ത് ചെയ്യുമ്പോൾ. എന്നതുകൊണ്ട് ഇനിയിപ്പോ ഉള്ളവരൊക്കെ ഭയങ്കര സൂക്ഷ്മതയായിട്ട് ജീവിച്ചു വന്നവരാണ്, അതുകൊണ്ട് അവർക്ക് ജീവൻ കൊടുത്തു എന്നൊന്നും നമ്മൾ വെക്കണ്ട. ഒരു കാരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി നമ്മൾ പറയാനുള്ളത്, ഇപ്പൊ മഹ്മാ കാന ത്വാലിബുൽ ഇൽമി, ഇൽമ് പഠിക്കുന്നവനാകുമ്പോഴെല്ലാം ഔറഅ, നല്ല ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയുള്ളവൻ ആകുമ്പോഴെല്ലാം കാന ഇൽമുഹു, അവന്റെ വിജ്ഞാനം, അവന്റെ അറിവ് ആകുന്നതാണ്. എന്താകുന്നതാണ്? അൻഫഅ, അല്ല ഏറ്റവും പ്രയോജനമുള്ളതാകും. അത് എളുപ്പം. അതിലെളുപ്പം. എവിടെ വീടവന്റെ? അപ്പൊ അൻഫഅയാവും. കാന ഇൽമു അൻഫഅ വത്തഅല്ലുമു ലഹു ഐസറ, പഠിക്കൽ വളരെ എളുപ്പമാകും. തഅല്ലുമു ലഹു, അവനുള്ള പഠിത്തമാകും ഐസറ, എളുപ്പമാവുകയും ചെയ്യും. കാരണം ഇൽമുഹു അൻഫഅ വത്തഅല്ലുമു അങ്ങോട്ട് വാക്കുമ്പോൾ വഫവായിദുഹു അക്സറ, അവന്റെ നേട്ടങ്ങളാണെങ്കിലോ വമ്പനാവും. ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. നമ്മളെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന സൂക്ഷ്മതയോട് പഠിപ്പിക്കണം. അവർക്ക് ഇൽമ ഭയങ്കരമാവും. ഫവായിദുഹു അക്സറ, ഫായിദത്തുൻ എന്ന് പറഞ്ഞാൽ തന്നെ മാ യകൂന ശൈഉ ബിഹി അഹ്സന ഹാലൻ മിൻഹു ബിഗൈരിഹി എന്നാണല്ലോ തംബീഹുത്തുല്ലാബിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഫായിദയുടെ താരീഫ്. മിനൽ വറഇ, സൂക്ഷ്മതയിൽപ്പെട്ടതാണ് യതഹറസ, അവൻ സൂക്ഷിക്കണം. മനുഷ്യബഇ, വല്ലാതെ പള്ള നിറച്ച് തിന്നണ്ട. അതുകൊണ്ടല്ലേ വാരി അടിച്ചു വിശ്വം ഇവിടെ കളിയിൽ എത്തിക്കാം, അച്ഛൻ്റെ എത്തിക്കാം. വാരി നിറച്ച് തിന്നുന്നതിനത്തോട് സൂക്ഷിക്കണം. കസറത്തിനും ഭയങ്കര ഉറക്കം. മാഷാ അല്ലാഹ്. നമ്മുടെ ഒരു താലിബ് മുട്ടി നമ്മളിന്ന് വിഷമിച്ചു പോയി. മനസ്സിലായി? അവൻ കഥമെല്ലാം അടിച്ച് കുറ്റിയിട്ടിടുന്ന തുടങ്ങിക്കളഞ്ഞ് എന്ത് ചെയ്യും? അങ്ങനെ ആകെ വിഷമിച്ച് രാവിലെയൊക്കെ ഇപ്പൊ കസറത്തിനും ഭയങ്കര ഉറക്കം, അതും പാടില്ല. ഇപ്പൊ കസറത്തിൽ കലാം, ഉറങ്ങണ്ടെന്ന് പറഞ്ഞതിനർത്ഥമൊന്നുമില്ല, ഉറങ്ങണം. ഉറക്കം ആരോഗ്യത്തിന് നല്ലത്. അങ്ങനെയൊക്കെ ഇപ്പൊ കസറത്തിൽ കലാം, ഭയങ്കര സംസാരവും, വമ്പൻ സംസാരവും പാടില്ല. നമ്മ സംസാരിക്കാം. കസറത്തിൽ കലാമെന്ന് പറയുന്നത് ഇൽമു ചർച്ച ചെയ്യണ്ടായി. ഇൽമു ചർച്ച ചെയ്യാതെ വിളിച്ച മോശം.
ഇൽമ അതിന്റെ മട്ടത്തിന് ചർച്ച ചെയ്താൽ രസമാണ്. ഫീമാലായും പോകണ്ടില്ലേ? പ്രയോജനമില്ലാത്ത ഒന്നിൽ ആവശ്യമില്ലാത്ത സംസാരവും പാടില്ല. മുത്താലിമിയൊക്കെ ഉണ്ടാവുമല്ലോ, മനസ്സിലായോ? മനസ്സിലായോ? ഈ അങ്ങാടിയിൽ തീറ്റിയും കുടിയും ഒരു ബുദ്ധിമുട്ടായ ഒരു അവസരം വന്നു. എന്നാ പിന്നെ നമുക്ക് നോക്കാം. ഇതല്ല, ഇത് അങ്ങാടിയിലാകുമ്പം ആരെല്ലാം ഉപയോഗിച്ച ക്ലാസും എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ അറിയില്ല. അതും സൂക്ഷിക്കണം. ഇപ്പൊ കസറത്തിൽ കലാമി ഫീമാലായും അത് കണക്ക് തന്നെ അങ്ങാടിയിൽ തിന്നുന്നതിന് തൊട്ടും സൂക്ഷിക്കണം. ഇന്ന അംഗന സൗകര്യമായാലും. കാരണം എന്നെ ത്വാമ സൂഖി അഖ്റബു ഇലൻ നജാസത്തി വൽ ഖബാസത്തി വഅബ്അദു അൻ ദിക്രില്ലാഹി തആല വഅഖ്റബു ഇലൽ ഗഫ്ലത്തി. അല്ല തന്നെയല്ല വലിയ അന്ന ഇബ്സാറൽ ഫുഖറാഇ തഖഉ അലൈഹി വലാ യഖ്ദറുന അല ശിറാഇ മിൻഹു ഫയതഅല്ലൗന ബിദാലിക. അങ്ങനെ ആൾക്കാർ കൊതിയോട് എന്നൊക്കെ പറയത്തില്ലേ? ഈ കൊതിയോടലൊക്കെയാ പറഞ്ഞത്. എന്താണ്? കഴിവിന്റെ പരമാവധി അങ്ങാടിയിൽ നിന്നും ഭക്ഷണങ്ങൾ ഭക്ഷിക്കുകയോ കുടിക്കുകയോ അരുത്. കാരണം അത് നജാസത്തിലേക്ക് ഏറ്റവും അടുത്തതാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ സാധ്യതകളാണ്. വൽ ഖബാസത്തി, വൃത്തികേടുകളാകാനും. ഈച്ചയും വന്നിട്ട് ഈച്ചയും കൊതുവും കാണുന്ന വാഹനങ്ങളുടെ പൊടിയും അങ്ങനെയൊക്കെയാണ് ഖബാസത്ത്. അബ്അദു അൻ ദിക്രില്ല, അള്ളാന്റെ ദിക്റിനെ തൊട്ടും വിദൂരമായതാകും. അതായത് അന്നേരം ഒന്നും ഓർമ്മ വരത്തില്ല, വിസ്മി വലിയ കുടിക്കാൻ തോന്നില്ല അന്നേരം. അന്നേരം ഇങ്ങനെ ആൾക്കാർ പോകുന്ന അത് നോക്കി നമ്മളെ ശ്രദ്ധ അങ്ങോട്ട് പോകും. അതും പാടില്ല എന്നതാണ്. ഏതാ ഖബാദത്തിൽ അതിമി മുബാലാത്തി അകലിയാമിൻ കുഴി നജാസത്തി. അതിൽ നൈസാൻ പറ്റുന്ന വൈകുന്നേരം വരാൻ പോകുന്നു. അങ്ങനെ ആൾക്കാർ മുബാലാത്ത് ചെയ്യാതിരിക്കും. പിന്നെ അഖ്റബു ഇലൽ ഗഫലത്തി, കാരണം അങ്ങാടി എന്നുള്ളത് ഗഫലത്തിന്റെ മക്കാമാണ്. അങ്ങാടി പിന്നെ മാന്യന്മാരെ പരിപാടിയല്ലല്ലോ അങ്ങാടി പോയിരിക്കലും അങ്ങാടി പോയി സംസാരിക്കലും. അങ്ങാടി ഭിന്നയിച്ച് ഇന്നഹു അങ്ങാടിയും. ആ അടിസ്ഥാനത്തിൽ അത് അങ്ങാടിയാണ്. അങ്ങാടിയിൽ പലതും കാണും. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ അശ്രദ്ധയുടെ മക്കാമാണ്. നമ്മളെപ്പോഴും ശ്രദ്ധാലുക്കളാവണമല്ലോ. നമുക്കെപ്പോഴും ശ്രദ്ധയാണ് വേണ്ടത്. അശ്രദ്ധരാകാൻ പാടില്ല. അശ്രദ്ധയുടെ മക്കാമായതുകൊണ്ട് തന്നെ, മനസ്സിലായില്ലേ? അശ്രദ്ധയുടെ മക്കാമായതുകൊണ്ട് തന്നെ അവിടെ അശ്രദ്ധകൾ കൂടുതൽ വരാൻ സാധ്യത. മുത്തലിമീങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങാടിയിലേക്ക് പറഞ്ഞുകൂടാതെ. ഇപ്പൊ നമ്മൾ മൈദിനിൽ ചെന്നപ്പോ അവിടെ ഫുഡിന്റെ ഒരു പ്രത്യേക സൗകര്യം ആൾക്കാർ കുട്ടികൾക്ക് വാങ്ങാനും എല്ലാത്തിനോട് എല്ലാം ഉണ്ട്. അപ്പൊ അത് അങ്ങാടിയിൽ അതാ ഗ്രൗണ്ടിന്റെ ഉള്ളിൽ തന്നെ. അൽഹംദുലില്ലാ അല്ലാഹു തആല മൈദിനി സഖാഫത്ത് സുന്നah ഇനിയും വളരെ വിപുലമാക്കി കൊടുക്കട്ടെ. ഖലീലങ്ങൾ ഇപ്പൊ ഒരുപാട് കൊല്ലാന്ന് ജീവിക്കട്ടെ ഇവിടെ ഇൻഷാ അല്ലാഹ്. അടുത്ത മക്കളുമാരെല്ലാം ദുനിയാവിനും ആഖിറത്തിലും പ്രയോജനപ്രദമാകുന്ന മക്കളുമാനാക്കി കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പം ഞാനത് കണ്ടോണ്ട് പറയുകയാണ്. മൈദിനിൽ നിന്നാണ് കഴിഞ്ഞ ഒരു യോഗത്തിന് എന്തോ ഫുഡ് കോർപ്പറേഷൻ ഫുഡ് എന്ന് പറഞ്ഞിട്ട് അതല്ല ഖലീലങ്ങളെ സംബന്ധിച്ച് എല്ലാം ഖലീലങ്ങളെ സംബന്ധിച്ചുകൊണ്ട് എല്ലാം പുതിയതാണല്ലോ. അങ്ങനെ പ്രത്യേകമുണ്ട് ഖലീലങ്ങൾ ഇപ്പോൾ എല്ലാം പുതിയതാണ്, പഴയതുകളൊന്നുമില്ല. എന്നാൽ ഈ പുതിയതിനകത്താണെങ്കിലോ പഴമ മുഴുക്ക നിറച്ചു വെച്ചിരിക്കുകയാണ്. അതാണ് ഖലീലങ്ങളുടെ പുതിയതും ബാക്കിയുള്ളവരുടെ പുതിയതും തമ്മിൽ വ്യത്യാസം. ഖലീലങ്ങൾ ഇപ്പോൾ അവിടെ പുതിയതാണ്, സർവ്വതും പുതിയതാണ്. പക്ഷെ അതിനകത്ത് ഫുള്ളും പഴമ നിറച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനത്തെ പുതിയതാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഉസ്താദുമാരും ഖലീലങ്ങൾ പപ്പാനും ഖമറുലും ആരായാലും അതിനകത്ത് അതിന്റെ പിന്നാലെ നമ്മൾ പോയി കൊടുക്കുക. അത് നല്ല കാര്യമാണ്. അപ്പൊ അതാ മനസ്സിലായില്ലേ? അബ്അദു അൻ ദിക്രില്ലാഹി തആല വഅഖറബു ഇലൽ ഗഫല. തന്നെയല്ല വലിയ അന്ന ഈ ബുസ്വാറ നീ നേരത്തെ വായിച്ചോ. അബ്സാറുൽ ഫുഖഹ, ഈ ഫുഖഹാക്കളുടെ കണ്ണുകൾ മുഴുക്കയും എപ്പോഴും അതിനെ തഖഉ അലൈഹി, അതിൽ കാണും. വലാ യഖ്ദറൂന അല ശിറ, അത് വാങ്ങാനുള്ള കഴിവ് പറ്റുന്നില്ല. വാങ്ങാനുള്ള കഴിവില്ലാതെ ഫുഖറാക്കളുടെ കണ്ണുകൾ മുഴുക്കയും അതിലാവുകയും വാങ്ങാനുള്ള കഴിവുകൾ ഇല്ലാതെയും വരുമ്പം പിന്നെന്താവും? അതിനകത്ത് വിഷമമാകും.
അപ്പൊ അതിനകത്തൊരു പയത്താന്തോന വിതാലിക്ക് ഇത് കണ്ടുകൊണ്ട് അവർക്കൊരു വിഷമമാവും. ഇതൊക്കെ കാണുമ്പോൾ പിന്നെ നിരാശയുടെ ഭക്ഷണമായി. പക്ഷെ നമുക്ക് പറ്റുന്നില്ലല്ലോ അള്ളാഹ് നിരാശയുടെ ഭക്ഷണമായത്. അപ്പൊ അതിനാൽ എന്റെ ബർക്കത്ത് നീങ്ങി പോവുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ്.